അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി സ്റ്റുട്ട്ഗാർട്ടിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണുക എന്നുള്ളതാണ്. വീടും പൂട്ടി ഞങ്ങൾ ബസ് ഓടിക്കാനായിട്ട് ഓടുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ നല്ല സമയം ബസ് മിസ്സായി. ആ ദേഷ്യത്തിൽ ടണലിലൂടെ പായുന്ന പൊണ്ടാട്ടിയെ പൂച്ചാണ്ടിയൊന്നും പിടിക്കല്ലേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നാലെ ഞങ്ങൾ ഓടുന്ന അമ്മയ്ക്ക് ഒരു മുഴ മുന്നേന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ ഓടിത്തള്ളി. പൊണ്ടാട്ടിയെ ഗുഹയിലെ പൂച്ചാണ്ടിയിൽ നിന്ന് രക്ഷിച്ച സന്തോഷത്തിൽ ഞാനും, അമ്മയെ ഒൽപ്പിച്ച സന്തോഷത്തിൽ കുഞ്ഞനും ഞങ്ങളങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു പാർക്ക് കണ്ടു, ഒരു ഗ്ലാസ് ആർട്ടിൻ്റെ ഒരു ഷോപ്പ് കണ്ടു, ഭാര്യയുടെ പഴയ ഓഫീസ് ബിൽഡിംഗ് കണ്ടു, അതിന് നേരെ എതിർവശത്തുള്ള ഫോയസി പള്ളിയും കണ്ടു. അവസാനം നടന്ന അവശനായ കുഞ്ഞിന് വേണ്ടി അവൾ ബസ്സിൽ കയറാമെന്ന് സമ്മതിച്ചു. സന്തോഷത്തിൽ കുഞ്ഞിനിരിക്കുന്നു. ആദ്യം വന്ന വണ്ടിയിൽ ഞങ്ങൾ ചാടി കയറുകയാണ്. പതിവ് പോലെ അമ്മയും മോനും ഒരേ സീറ്റിൽ, പിന്നെ സ്വാഭാവികമായിട്ടും കുഞ്ഞൻ എൻ്റെ അടുത്തേക്ക്. അവസാനം ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്ന ഷ്ലോസ് പ്ലാറ്റ്സിൽ ബസ് ഇറങ്ങി. ഷ്ലോസ് പ്ലാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസൽ സ്ക്വയർ എന്നാണ് അർത്ഥം. ബാഡൻ വുട്ടൻബർഗ് റീജിയനിലെ ഏറ്റവും പഴക്കം ചെന്നതും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പാലസാണ് സ്റ്റുട്ട്ഗാർട്ടിലെ ഷ്ലോസ് പ്ലാറ്റ്സ്. അതിനടുത്തുള്ള ക്യൂണിക് സ്ട്രാസയിലാണ് ക്രിസ്മസ് മാർക്കറ്റൊക്കെ നടക്കുന്നത്. ക്യൂണിക് സ്ട്രാസ എന്ന് പറഞ്ഞാൽ കിങ് സ്ട്രീറ്റ് എന്നാണ് അർത്ഥം. അമ്മയുടെ ഞങ്ങളിപ്പ് പോരാഞ്ഞിട്ട് മോൻ്റെ ഒരു കുന്തളിപ്പും കൂടി. ജർമ്മനിയിലെ പാവപ്പെട്ടവരുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പ്രിമാർക്ക് ഇടതുവശത്ത്. അങ്ങനെ ഞങ്ങൾ അവസാനം ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് പലവിധ ഷോപ്പുകളുടെ ഒരു അത്ഭുത ലോകമാണ്. ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ജിഞ്ചർ ബ്രെഡ് എന്നറിയപ്പെടുന്ന ഈ സാധനം വളരെ കൗതുകത്തോടെ എൻ്റെ ഭാര്യ നോക്കിക്കൊണ്ടിരുന്നു. ഏതോ മഹാഭാവികളുടെ തലയിൽ ഉദിച്ച FTP നേതാക്കളുടെ വർണ്ണചിത്രം. മരത്തിൽ തീർത്ത ഉണ്ണിയേശുവും പ്രവാചകരും കണ്ണാടിക്കൂട്ടിൽ. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഇതൊക്കെ ഇവിടുത്തെ പ്രാദേശിക സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഇവിടുത്തെക്കാർക്കൊക്കെ ഇത് വാങ്ങിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പല വിധത്തിലുള്ള സോപ്പുകളുണ്ട്, ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ പോകുന്നു, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് വരുന്നു എന്നല്ലാതെ വേറെ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിൽക്കാറില്ല. പക്ഷേ ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ സാധനമാണ് ഗ്ലൂ വൈൻ എന്ന് പറയുന്നത്. വിൻ്ററിലേക്കായി തയ്യാറാക്കുന്ന പ്രത്യേകതരം ചൂടുള്ള ഒരു വൈനാണ് ഗ്ലൂ വൈൻ. എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.